ഓം ശാന്തി. ഭ്രുകുടി മധ്യത്തിൽ പ്രകാശിക്കുന്ന ഞാൻ ഒരു നിരാകാരി ആത്മാവാണ്. പരമാത്മാ പിതാ ശിവന്റെ ബാലകനാണ്. സ്വയം ഭഗവാന്റെ അവകാശി കുട്ടിയാണ്. എന്താണോ ബാബയുടേത് അതെല്ലാം എന്റേതുമാണ്. ഞാൻ സർവ പരമാത്മ ഖജനാവുകളാലും നിറഞ്ഞിരിക്കയാണ്. സർവശക്തികളാലും സർവഗുണങ്ങളാലും സർവ ഖജനാവുകളാലും ഭർപൂറായി ഞാൻ ആത്മാ ബാലക് സോമാലിക്കാകുന്നു. ഈ സംഗമയുഗത്തിൽ പരമാത്മാ പിതാവിന്റെ ഖജനാവിന്റെ അധികാരിയായി ഞാൻ ഭാവിയിൽ വിശ്വത്തിന്റെ അധികാരിയാകുന്നു. ബാബയുടെ ആജ്ഞാകാരി കുട്ടിയാണ്. ബാബയുടെ ഓരോ വചനവും ഞാൻ അനുസരിക്കുന്നു. ഞാൻ ബാലക് സോമാലിക്കാണ്. ബാലകന്റെയും മാലിക്കിന്റെയും സ്മൃതിയിൽ സദാ പറന്നുയർന്നുകൊണ്ടിരിക്കുന്നു. സദാ ബാബയുടെ ഖജനാവുകളുടെ അധികാരിയുടെ ലഹരിയിലിരിക്കുന്നു. ബാലകന്റെയും അധികാരിയുടെയും ഗുണങ്ങൾ സമാന രൂപത്തിൽ ധാരണ ചെയ്യുന്നു. മാലിക് തന്റെ സ്മൃതിയിൽ എന്റെ അഭിപ്രായം പറയുന്നു. പിന്നീട് ബാലകനായി നിർസങ്കൽപ്പമായി ഏതാജ്ഞയാണോ ലഭിച്ചിരിക്കുന്നത് അതനുസരിച്ച് നടക്കുന്നു. ഈ ബ്രാഹ്മണ ജീവിതത്തിൽ ബാലകന്റെയും അധികാരിയുടെയും ഗുണങ്ങൾ സമാന രൂപത്തിൽ ധാരണ ചെയ്ത് ഞാൻ സംസ്കാരമിലനത്തിന്റെ രാസു ചെയ്യുന്നു. ബാലക് സോമാലിക്ക് ഈ സ്മൃതി എന്നെ സദാ നിരാകാരി നിരഹങ്കാരി സ്ഥിതിയുടെ അനുഭവം ചെയ്യിക്കുന്നു. ബാബ ഇന്ന് സത്യസ്വരൂപമായ കുട്ടികളെ കാണുന്നു. സത്യതയുടെ ശക്തിയുടെ ആധാരമാണ് സമ്പൂർണ്ണ പവിത്രത. ചലനത്തിലും മുഖത്തിലും സ്പഷ്ടമായി ദിവ്യത കാണപ്പെടും. കണ്ണുകളിൽ ആത്മീയ തിളക്കം, ഹർഷിത മുഖത. ഓരോ ചുവടിലും ബാബയ്ക്ക് സമാനം കർമ്മയോഗി. സത്യതയുടെ ശക്തിയും പവിത്രതയുടെ ശക്തിയും സംഗമയുഗത്തിന്റെ ശ്രേഷ്ഠ പ്രാപ്തികളാണ്. പവിത്രത
എൻ്റെ ജന്മസിദ്ധ അധികാരമാണ്. ഞാൻ ആദ്യം സത്യസ്വരൂപമായ ആത്മാവിനെ തിരിച്ചറിഞ്ഞു. സത്യമായ അച്ഛനെയും ശിക്ഷകനെയും സദ്ഗുരുവിനെയും തിരിച്ചറിഞ്ഞു. ഈ സമയത്തെ പ്രാപ്തിയുടെ ഭാഗ്യം ദേവതകളുടെ പവിത്രത നാച്ചുറലാണ്. സത്യമായ സേവനത്തിന്റെ പ്രത്യക്ഷ സ്വരൂപമാണ്. കേൾക്കുന്നവരും അനുഭവം ചെയ്യുന്നു, ഞാൻ ബാബയുടേതാണ്, എൻ്റെ ബാബയാണ് എന്ന്. ഞാൻ ബാബയുടെ അധികാരിയുമാണ്. ഒന്ന് ബാബയുടെ ഖജനാവുകളുടെ അധികാരി, രണ്ടാമത്തേത് സ്വരാജ്യത്തിന്റെ അധികാരി. വാസ്തവത്തിൽ ഞാൻ ഡബിൾ അധികാരിയാകുന്നു. ബാപ്പദാദ ലഹരിയോട് പറയുന്നു, എൻ്റെ ഓരോ കുട്ടിയും രാജാക്കുട്ടിയാണ് എന്ന്. ബാപ്പദാദയുടെ മഹാമന്ത്രമാണ് മന്മനാഭവ. ഞാൻ മാസ്റ്റർ സർവശക്തിവാനായ ആത്മാവാണ്. ഇത് സ്മൃതിയിൽ വെക്കുമ്പോൾ സമസ്യകൾക്കും വിഘ്നങ്ങൾക്കും ഒരു ശക്തിക്കും വരാൻ കഴിയില്ല. ചലനത്തിലും മുഖത്തിലും നിശ്ചയത്തിന്റെ പ്രത്യക്ഷ സ്വരൂപമായ ആത്മീയ ലഹരി പ്രത്യക്ഷമാകണം. ഏതൊരു കർമ്മം ചെയ്യുമ്പോഴും ആരംഭിക്കുന്ന സമയത്ത് പരിശോധിക്കുന്നു. യജമാനന്റെ അതോറിറ്റിയിലൂടെ കർമ്മേന്ദ്രിയങ്ങളെ കൊണ്ട് കർമ്മം ചെയ്യിക്കുന്നുണ്ടോ? നിയന്ത്രണ ശക്തിയും ഭരണശക്തിയുമുള്ള ആത്മാവാണെന്ന് മനസ്സിലാക്കുന്നു. ഞാൻ സ്വരാജ്യ അധികാരിയുടെ സീറ്റിൽ സെറ്റായിരുന്ന് കർമ്മം ചെയ്യുന്നു. സദാ ഓരോ കാര്യത്തിലും ഡബിൾ ലൈറ്റും സന്തോഷത്തിൻ്റെയും അനുഭവമുണ്ടാകുന്നു. ഏതാണോ ബാബയുടെ സംസ്കാരം അതാണ് എന്റേതും. ബാബ വിശ്വകല്യാണകാരിയാണ്. ശുഭഭാവന ശുഭകാമനാധാരിയാണ്. ആ സമയത്ത് ബാബയുടെ സംസ്കാരം മുന്നിൽ കൊണ്ടുവരണം. എപ്പോഴും ഞാൻ ആരാണെന്ന് സ്മൃതിയിൽ കൊണ്ടുവരുന്നു. സുഖത്തിന്റെയും ശാന്തിയുടെയും ദാതാവായ ബാബ വന്നു കഴിഞ്ഞു. മനസ്സും ബുദ്ധി സംസ്കാരം ഈ മൂന്നിന്റെയും യജമാനനായി ഓർഡർ കൊടുക്കുന്നു. സ്വീറ്റ് സൈലൻസ്. ഞാൻ അധികാരിയുടെ സീറ്റിൽ സ്ഥിതി ചെയ്യുന്നു. ബാബ തന്നിരിക്കുന്ന വരദാനത്തിന്റെ സ്വരൂപമാക്കുന്നു. സ്വയം തന്നെ സ്വയത്തെ പരിവർത്തനം ചെയ്ത് വിശ്വത്തിന്റെ ആധാരമൂർത്തിയാക്കുന്ന ശ്രേഷ്ഠ പദവിയുടെ അധികാരിയാകുന്നു. ഞാൻ സദാ ലക്ഷ്യം വെക്കുന്നു, സ്വയം പരിവർത്തനമാകണം. ഞാൻ വിശ്വത്തിന്റെ ആധാരമൂർത്തിയാണ്. സംഘടനയിൽ ഉന്മേഷവും ഉത്സാഹവും
ശ്രേഷ്ഠ സങ്കല്പത്തിലും കൂടി സഫലത സംഭവിച്ചു കഴിഞ്ഞതാണ്. സ്വയം ശരീരത്തിൽ നിന്നും വേറിട്ടിരിക്കുന്ന അശരീരി ആത്മാവാണെന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ സാക്ഷി സ്ഥിതിയുടെ അവസ്ഥ ശക്തി നിറക്കുന്ന കാര്യം ചെയ്യുന്നു. അപ്പോൾ ബാബയാകുന്ന കൂട്ടുകാരനെ ഓർമ്മിക്കുന്നു, കൂടെ ഉണ്ടാകുന്നു. ഓം ശാന്തി.